ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ആതിര വ്ളോഗ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ അങ്കമാലിക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആൻഡ് ഫേമസ് ആയിട്ടുള്ള പോർക്ക് ഫ്രൈ. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതിലധികം മസാലയോ ഗ്രേവിയോ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ 2 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്താണ് ഞാനത് വേവിക്കാൻ വെക്കുന്നത്. കാരണം ഇത് വെന്ത് വരുമ്പോൾ ഒരുപാട് നെയ്യ് ഉണ്ടാവും. നമുക്ക് അത്രയും നെയ്യ് ആവശ്യമില്ല. അപ്പോൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ച് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തേക്ക് വയ്ക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ 3 വിസിലാണ് അടുപ്പിക്കുന്നത്. ഒരു 90% വെന്താൽ മതിയാവും. ലോ ഫ്ലെയിമിലേക്കൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. വിസിൽ വന്നതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. ഇതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, വലിയുള്ളി, തേങ്ങാക്കൊത്ത്, മല്ലിച്ചെപ്പ്, കറിവേപ്പില, പിന്നെ നമ്മുടെ പിരിയൻ മുളക്, പിന്നെ ഞാൻ വിട്ടുപോയത് പെരിഞ്ചീരകമാണ്, അതും കൂടെ വേണം. ഇനി നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക് ആഡ് ചെയ്യാം. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടത് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ചെറിയുള്ളിയും വലിയ ഉള്ളിയും കൂടിയാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് ഉപ്പിട്ടാൽ അത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടും. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരട്ടെ. വല്ലാതെ ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടപ്പ് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമുക്ക് അടുപ്പ് ലോ ഫ്ലെയിമിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് ഞാനൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനിയാണ് നമ്മൾ പൊടികൾ ചേർക്കാൻ പോകുന്നത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി. മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ പോർക്ക് വേവിക്കുമ്പോഴും ഇട്ട് കൊടുത്താണ്, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ വാട്ടി കൊടുത്താൽ മതി. അതിനുശേഷം പോർക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പോർക്ക് ഇട്ടതിന് ശേഷം ഈ മസാലയും പോർക്കും കൂടെ മിക്സ് ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഈ സമയത്താണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പോർക്ക് വേവിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് മാത്രം ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ സമയത്ത് ഉപ്പോ എരിവോ കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഈ സമയത്ത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ഇത് 3ഉം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പോർക്കിന് മാത്രമല്ല, ഞാൻ ബീഫ് ഉണ്ടാക്കുമ്പോഴും മട്ടൻ ഉണ്ടാക്കുമ്പോഴും ചിക്കൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് അതിൻ്റെ ടേസ്റ്റും കളറൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. നമ്മുടെ അങ്കമാലി സ്റ്റൈൽ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ അങ്കമാലി പോർക്ക് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു.